ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ പുറത്തു വന്ന വാർത്ത, നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കാൻ CBIക്ക് വിടണമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ആവശ്യം കോടതി തള്ളിയിരിക്കുകയാണ്. ഇതിപ്പോ ആദ്യം ഈ ആവശ്യവുമായി മഞ്ജുഷ മുന്നോട്ട് വന്നപ്പോൾ തന്നെ കേരളം ആകെ പറഞ്ഞിരുന്നു മഞ്ജുഷയ്ക്ക് നീതി ലഭിക്കില്ല, നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണോ ആത്മഹത്യ ആണോ എന്നുള്ളതിൽ ഒരു തീരുമാനവും ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തില്ല എന്നെല്ലാം എല്ലാ മാധ്യമങ്ങളും തുറന്ന് ചർച്ച ചെയ്തൊരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു വാർത്ത വളരെ ബ്രേക്കിംഗ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ശ്രീലക്ക് ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇല്ല പ്രീത. ഈ സംഭവം ഉണ്ടായി ഏതാണ്ട് മണിക്കൂറുകൾക്കകം തന്നെ ഞാൻ മറ്റൊരു ചാനലിൽ പങ്കെടുത്ത് ആ ചാനലിലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ ഒരു നീതിയും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. കാരണം ആദ്യം മുതൽ തന്നെ ഇതിൽ രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് മഞ്ജുഷ എന്ന് പറയുന്നു ഇതിൽ അന്വേഷണമില്ല, അന്വേഷണമേ നടക്കുന്നില്ല എന്നുള്ളതാണ് മഞ്ജുഷ ഇന്ന് മുന്നോട്ട് വെച്ച വാദം. ഏതായാലും മഞ്ജുഷ അല്പം താമസിച്ചു പോയോ എന്ന സംശയം എനിക്കുണ്ട്. കാരണം മഞ്ജുഷ ഇപ്പോഴായിരുന്നില്ല ഇത് പറയേണ്ടത്. നവീൻ ബാബുവിന്റെ മരണം നടന്ന സെക്കൻഡുകൾക്കുള്ളിൽ മഞ്ജുഷയ്ക്ക് ഒരുപക്ഷെ മഞ്ജുഷയെ പ്രൊട്ടക്ട് ചെയ്തു എന്ന CPM കാണിച്ചതുകൊണ്ടായിരിക്കാം മഞ്ജുഷയ്ക്ക് ആ സമയത്ത് കുറച്ചെങ്കിലും നീതി കിട്ടും എന്ന തരത്തിലൊരു തോന്നൽ ഉണ്ടായതുകൊണ്ടോ മറ്റോ ആയിരിക്കാം മഞ്ജുഷ ആ സമയത്ത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉയർത്തിയിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ഒരു മരണം ഉണ്ടായി ഉടൻ തന്നെ ഇത് ആത്മഹത്യയാണ് എന്ന് മാധ്യമങ്ങളടക്കം പ്രചരിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ അതുപോലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാൻ കാണിച്ച ആ ഒരു വ്യഗ്രത അത് കാണുമ്പോൾ തന്നെ മഞ്ജുഷയ്ക്ക് സംശയം തോന്നേണ്ടതായിരുന്നു. പക്ഷെ അപ്പോൾ മഞ്ജുഷ വിചാരിച്ചത് പത്തനംതിട്ടയിലെ CPM മഞ്ജുഷയോടൊപ്പം നിൽക്കും എന്നായിരുന്നു. കണ്ണൂരെ CPM എതിരാണെങ്കിലും പത്തനംതിട്ടയിലെ CPM മഞ്ജുഷയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുഷയോടൊപ്പം നിലയുറപ്പിച്ചു എന്ന് അന്ന് നാട്ടുകാരും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കൊക്കെ വിധി എഴുതുകയും പത്തനംതിട്ടയിലെ CPM വലിയ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. പക്ഷെ അപ്പോൾ ഞാനത് വളരെ കൃത്യമായി തന്നെ അത് പറഞ്ഞിരുന്നു. CPM എന്ന് പറഞ്ഞാൽ CPM തന്നെയാണ്. അവർ പത്തനംതിട്ടയിലെ CPM വന്നോ അല്ലെങ്കിൽ അവിടെ കണ്ണൂരെ CPM വന്നോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ഒന്നും അത്ര രാഷ്ട്രീയം വരുമ്പോൾ അവർ വില കൽപ്പിക്കാറുണ്ട്. അന്ധമായി വിശ്വസിക്കുന്ന ചിലരാണ്. അല്ലെങ്കിൽ എന്തേ ഈ കമ്മ്യൂണിസം ഒക്കെ കേരളത്തിൽ പോലും തകർന്നു പോകേണ്ടതാണ്. അതായത് മാവിൽ നിൽക്കുന്നത് തേങ്ങയാണെന്ന് പറഞ്ഞാൽ തേങ്ങയാണെന്ന് ഏറ്റു പറയുന്നവരാണ് ഈ അണികൾ. ബുദ്ധി അവർ പണയം വെച്ചിരിക്കുന്നത് AKG സെന്ററിലാണെന്ന് പറയാം. അവർക്ക് ബുദ്ധിയോ ഒന്നും ഒരു പ്രശ്നമല്ല, അത്തരത്തിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലെ CPM മഞ്ജുഷയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുമെന്ന് മഞ്ജുഷ ചിന്തിച്ചതാണ് ഇതിലെ ആദ്യത്തെ തെറ്റ്. അവിടെ മഞ്ജുഷ പത്തനംതിട്ടയിലെ CPM തന്നോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഒന്നും മിണ്ടണ്ട, അല്ലെങ്കിൽ തൽക്കാലം അതിന് എനിക്ക് തോന്നുന്നു മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും. പക്ഷെ സഹോദരൻ ഒരു അഭിഭാഷകൻ കൂടിയാണ്. നവീൻ ബാബുവിന്റെ സഹോദരനെങ്കിലും ഈ സമയത്ത് അത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത്തരത്തിലുള്ള സംശയങ്ങൾ മുന്നോട്ട് വെക്കേണ്ട സമയത്ത് ആ സംശയങ്ങൾ മുന്നോട്ട് വെച്ചില്ല. മാത്രമല്ല ഇതിൽ ഇനി CBI അന്വേഷണം വന്നാൽ പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് എന്റെ പക്ഷം. ഇപ്പോ കോടതി CBI അന്വേഷണം വേണ്ട എന്ന് ഹൈക്കോടതി പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടിയില്ല, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് തനിക്ക് അതിന്റെ ആവശ്യം നടത്തി കിട്ടിയില്ല എന്ന് മഞ്ജുഷയ്ക്കെങ്കിലും മാനസികമായിട്ടെങ്കിലും ആശ്വസിക്കാമെന്നല്ലാതെ ഇനിയും സുപ്രീം കോടതിയിലേക്ക് മഞ്ജുഷ പോകുമായിരിക്കും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോഴും വലിയ വലിയ അഭിഭാഷകരെ ഇറക്കിക്കൊണ്ട് അവിടെ പോയി അത്തരത്തിൽ സർക്കാർ വലിയ അഭിഭാഷകരെ ഇറക്കിക്കൊണ്ട് അത്രയും വലിയ ഒരു അഭിഭാഷകരെ ഇറക്കാൻ മഞ്ജുഷയ്ക്ക് കഴിയുമോ എന്ന സംശയമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് പണമുണ്ട്. സർക്കാരിന് ഇത്തരം കാര്യങ്ങൾക്ക് മറ്റുള്ള സാധാരണക്കാരന്റെ അവരുടെ പെൻഷൻ കൊടുക്കാൻ പണമില്ലെങ്കിലും ഇത്തരത്തിൽ CPMകാരെ രക്ഷിക്കാൻ കേസ് നടത്താൻ സർക്കാരിന്റെ ഖജനാവിൽ പണം ഉണ്ടാകും. അപ്പൊ വലിയ അഭിഭാഷകരെ വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അന്വേഷണത്തെ തടയിടാനുള്ള നീക്കം നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളത് വലിയ ഇരട്ടക്കൊല കേസ് അടക്കമുള്ളവർ കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ്. ഏതായാലും മഞ്ജുഷയ്ക്ക് നീതി കിട്ടണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. കാരണം മഞ്ജുഷ ആദ്യം മുതൽ തന്നെ CPM കബളിപ്പിക്കുകയായിരുന്നു. അത് മഞ്ജുഷയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ മഞ്ജുഷയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇന്നാണ് മഞ്ജുഷ പറയുന്നത് അന്വേഷണം നടക്കുന്നില്ലായിരുന്നു. ദിവ്യയെ കൊണ്ട് മാത്രം, ദിവ്യയുടെ ആ വിഷയം മാത്രം ഉന്നയിച്ചുകൊണ്ട് അവിടം കൊണ്ട് അത് അവസാനിപ്പിക്കുകയും പിന്നീട് അന്വേഷണത്തിലേക്ക് പോകാതിരിക്കുകയും ദിവ്യ പറയാൻ വന്ന ചില കാര്യങ്ങൾ പറയിപ്പിക്കാതിരിക്കുകയും മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ അന്വേഷണത്തെ തടയിടാനും അതിനെതിരെ ഏതെങ്കിലും കഴിഞ്ഞ ദിവസം നമുക്കറിയാം മാധ്യമപ്രവർത്തകയെ സുജയ പാർവതിക്കെതിരെ ഒരു കേസ് ദിവ്യ കൊടുത്തിരിക്കുന്നു. ദിവ്യ മാധ്യമങ്ങളിലൂടെ വന്ന് തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് വാദിക്കുന്നു. അത്തരത്തിൽ കേസ് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തി വായ്മൂടാനുള്ള ശ്രമം നടത്തുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ കേസിൽ കൃത്യവും സത്യസന്ധവുമായ അന്വേഷണം നടന്നിട്ടില്ല എന്ന് കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്നതാണ്. അവിടെ
ചില ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇതിലൊരു അന്വേഷണം വേണ്ട അല്ലെങ്കിൽ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് കോടതി പോലും എന്തുകൊണ്ട് കണ്ടെത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനി വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഈ വിഷയത്തിൽ നവീൻ ബാബുവിന് ഒരു കാലത്തും നീതി കിട്ടാനുള്ള ഒരു സംവിധാനവും ഉണ്ടാവില്ല. നവീൻ ബാബുവിന് നീതി കിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിന് കാരണങ്ങൾ പലതുണ്ട്. കാരണം ഇതിലെ രാഷ്ട്രീയ സ്വാധീനം, മറ്റു ചില വിഷയങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി CBI എത്തിയെന്നിരിക്കട്ടെ, പ്രാഥമികമായ എല്ലാ തെളിവുകളും ഇവർ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് CCTV ഫുട്ടേജുകൾ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഡെഡ് ബോഡി അടക്കം ചെയ്തത് അത് നമുക്കറിയാം. സാധാരണഗതിയിൽ CPM ആൾക്കെതിരാണ്. ആരെങ്കിലും ഒരു അമ്പലത്തിൽ പോയി കൈകൂപ്പിയാൽ വാളെടുക്കുന്ന CPM ആ കുട്ടികളെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി കർമ്മം ചെയ്ത് അത്തരത്തിൽ, അതായത് ഹിന്ദു ആചാരപ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളോടും കൂടി മൃതദേഹം മറവ് ചെയ്യാൻ, അതായത് കത്തിച്ചു കളയാൻ അത്തരത്തിലുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു. MM ലോറൻസിന്റെ വിഷയം നമ്മുടെ മുന്നിലുണ്ട്. MM ലോറൻസിന്റെ മകൾ യാചിക്കുകയാണ് മൃതദേഹത്തിന് വേണ്ടി. അപ്പം ഈ വിഷയങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് എന്ന് തന്നെയാണ്. ഇന്ന് ആരെങ്കിലും ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും മഞ്ജുഷ പറയുന്നത് തനിക്ക് ആ വിഷയത്തെ കുറിച്ച് അറിയില്ല എന്നാണ്. ഏതായാലും മഞ്ജുഷ പുറത്തു പറയാത്തതാവും. മഞ്ജുഷയ്ക്ക് ഈ കാര്യത്തിൽ വ്യക്തമായ അറിവുണ്ടാവും, പക്ഷെ അത് മഞ്ജുഷ പുറത്തു പറയാത്തതും ഉണ്ടാവും. ഏതായാലും നവീൻ ബാബുവിന് നീതി കിട്ടാനുള്ള ഒരു സംവിധാനവും നിലവിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി CBI അന്വേഷണം വന്നാൽ പോലും CBI അന്വേഷണത്തിനുള്ള സമയം പോലും എനിക്ക് തോന്നുന്നു ലേറ്റ് ആയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി CBI അന്വേഷണം വന്നാൽ പോലും ആ പ്രാഥമികമായ തെളിവുകൾ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു കേസിൽ CBI അന്വേഷണം എന്നത് മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ CBI അന്വേഷണം വരുന്നത് എത്രത്തോളം ഗുണകരമാകും എന്ന വിഷയത്തിലും നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം CBI അന്വേഷണം വന്നാൽ പ്രാഥമികമായ എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെട്ട ഒരു കേസിൽ CBIക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോ നവീൻ ബാബുവിന്റെ ഫോണിന്റെ ഡീറ്റെയിൽസ് അടക്കം, റെക്കോർഡ്സ് അടക്കം എല്ലാ സാധനങ്ങളും നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ പോലും അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, അവിടുത്തെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ പോലീസ് എത്തിയ സമയം, പോലീസ് വളരെ ലേറ്റ് ആയാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ എത്തിയാൽ തന്നെ കണ്ണൂരിലെ പോലീസ് അല്ലേ, എത്രത്തോളം കണ്ണൂരിലെ പോലീസ്, കണ്ണൂരിലെ നല്ല കേരളത്തിലെ പോലീസിന് എത്രത്തോളം ആക്ട് ചെയ്യാൻ കഴിയും എന്നുള്ള സംശയം നിലനിൽക്കുകയാണ്. കാരണം കേരളത്തിലെ പോലീസ് ആകെ കേസെടുക്കുന്നത് CPM-നെതിരെ പറയുന്ന ആർക്കെങ്കിലും എതിരെ മാത്രമാണ്. അല്ലാതെ നീതി കേരളത്തിലെ പോലീസ് മറ്റുള്ളവർക്ക് നേടിക്കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേസിൽ എത്രത്തോളം ഗുണം, ഈ CBI അന്വേഷണം വന്നാൽ പോലും എത്രത്തോളം ഗുണമുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് CBI അന്വേഷണം ഇപ്പോൾ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് കൂടി കോടതി പോകുന്നത്. ഏതായാലും സുപ്രീം കോടതിയിലേക്ക് പോകും എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് മഞ്ജുഷ പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നെങ്കിലും മഞ്ജുഷയ്ക്ക് ആവശ്യമായ നീതി കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിൽ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോ അന്വേഷണത്തിൽ, അതായത് ഇവിടുത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തിയല്ല എന്ന് പറഞ്ഞിട്ടാണ് മഞ്ജുഷ കോടതിയെ സമീപിച്ചത്, CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം മഞ്ജുഷയ്ക്ക് അവിടെ ആ ഒരു വാദം നേടിയെടുക്കാൻ കഴിയാതെ പോയത്? ഇപ്പോ കോടതിയെ രാഷ്ട്രീയപരമായി, എന്തായാലും ഈ ഒരു കേസിൽ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്നത് CPM-കാരാണല്ലോ. അപ്പോ CPM-ന്റെ, അതായത് കേരളത്തിലെ സർക്കാരിന്റെ ഇടപെടൽ കോടതിയിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രീത, എനിക്ക് ഈ സർക്കാരിന്റെ ഇടപെടൽ കോടതിയിൽ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു കേസ് കൊടുക്കുന്നു. ഞാൻ തന്നെ ഒരു കംപ്ലൈന്റ് കേരളത്തിലെ പത്രപ്രവർത്തകരുടെ മുൻ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ കൊടുത്തിട്ടുണ്ട്. 2 വർഷത്തിന് ശേഷം ആ കേസിൽ കുറ്റപത്രം, 3 മാസത്തിനുള്ളിൽ കൊടുക്കേണ്ട കുറ്റപത്രം 2 വർഷത്തിന് ശേഷമാണ് കൊടുക്കുന്നത്. അതിൽ യാതൊരു അറസ്റ്റ് നടപടികളും ഉണ്ടായിട്ടില്ല. എന്റെ മൊഴിയെടുത്തു. ഞാൻ 164 സ്റ്റേറ്റ്മെന്റ് പ്രൈവറ്റ് കംപ്ലൈന്റ് ആയി കോടതിയിലേക്ക് പോവുകയും ചെയ്യുന്നു മാത്രമാണ് കേസിൽ മൊഴിയെങ്കിലും എടുത്ത് ഇപ്പൊ കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. ഈ കുറ്റപത്രം കൊടുത്തെങ്കിലും ഞാൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരാവകാശം കൊടുത്തിട്ട് അതിൽ എന്താണ്, ഏതൊക്കെ വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കാതെ കുറ്റപത്രം സമർപ്പിച്ചു എന്ന് പറഞ്ഞ് മാത്രം എനിക്ക് കത്ത് തരികയാണ്. ഞാൻ നമ്മൾ ഡൽഹിയിലാണുള്ളത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എപ്പോഴെങ്കിലും ഒരു കത്ത് അയച്ച ശേഷം ഈ കേസ് എങ്ങനെയും ക്ലോസ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകും. സാധാരണഗതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരാണ് ഇത്തരം കേസുകളിൽ കോടതിയിൽ ഹാജരാവുക. ഇവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഹാജരാകുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ ചെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കണം. കോടതിക്ക് ഇപ്പോ പോലീസിന്റെ അന്വേഷണം എത്രത്തോളം എത്തി അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നൊന്നും ഗ്രൗണ്ടിൽ ഇറങ്ങി അന്വേഷിക്കാൻ കോടതിക്ക് കഴിയില്ല. മാത്രമല്ല ഈ ആ റിയാലിറ്റി അറിയാമെങ്കിൽ കൂടി കോടതിക്ക് അത്തരം നിലപാടിലേക്ക് പോകാൻ കഴിയുള്ളൂ. കോടതിക്ക് തന്റെ മുന്നിൽ എത്തുന്ന തെളിവുകളും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വെച്ച് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഇവിടെ നോക്കൂ, കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് കൃത്യമായ അന്വേഷണം നടക്കുന്നു എന്ന് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കേസ് കൊടുക്കുമ്പോൾ തീർച്ചയായും സർക്കാരിന്റെ വാദം ചോദിക്കും. സർക്കാരിന്റെ വാദം ചോദിക്കുമ്പോൾ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്,
ചെയ്തിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അവർ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത നിലയിലാണുള്ളത്. അത് മാത്രമേ ഉള്ളൂ. പ്രതി കൃത്യമായ അന്വേഷണം നടക്കാനുള്ള കോടതിയെ ബോധിപ്പിക്കാൻ അവിടെ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം ചില ഗിമ്മിക്കുകൾ കൊണ്ടാണ് ഇത്തരം കേസുകൾ അട്ടിമറിക്കപ്പെടുന്നത്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പലപ്പോഴും ഈ കേസുകളിലൊക്കെ നമുക്കറിയാം നൽകുന്ന പരാതികളിലൊക്കെ 90% പരാതികളും വെറുതെ പോകുന്നത് ആ കേസ് ഫ്രെയിം ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം. അതുപോലെ തന്നെ പലപ്പോഴും കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ പോലീസിന് കഴിയാത്തതും ഒക്കെ കൊണ്ട് ഒരു കാരണമാണ്. പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ഇപ്പൊ നവീൻ ബാബുവിന്റെ കേസാണെങ്കിൽ കൂടി അത് അന്വേഷിക്കുന്നു എന്നാണ് കേരളത്തിലെ പോലീസ് അന്വേഷിക്കുന്നു, പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കുന്നു, അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കോടതി ആദ്യ ഘട്ടത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ കോടതിക്ക് മുഖവിലക്കെടുക്കാൻ കഴിയുള്ളൂ. അതിൽ ഏതൊക്കെയാണ് കൃത്യമായ കടകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നല്ലൊരു മിടുക്കനായ അഭിഭാഷകൻ കോടതിയിൽ ഒരുപക്ഷെ ഇത് ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ കോടതിയിൽ നിന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നീതി ലഭ്യമാക്കാൻ കഴിയും. പിന്നെ ചിലപ്പോഴൊക്കെ ചില ബെഞ്ച് മാറ്റങ്ങളും ചില ബെഞ്ചുകളിൽ വരുമ്പോൾ ചില ബെഞ്ചുകൾ അങ്ങനെയൊക്കെ ചില രീതിയിലൊക്കെ ചില കോടതിയിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. എനിക്ക് അത്തരത്തിൽ കോടതികളെ പറയാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനോ കഴിയില്ല. പക്ഷെ എങ്കിലും നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ മഞ്ജുശ്രീക്ക് സുപ്രീം കോടതിയിൽ നിന്നെങ്കിലും നീതി കിട്ടട്ടെ, സത്യസന്ധമായ അന്വേഷണം, സ്വന്തം ഭർത്താവിന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഏതൊരു ഭാര്യയ്ക്കും അത്തരം ഒരു മരണത്തിലേക്ക് പോകുമ്പോൾ ആഗ്രഹം ഉണ്ടാവും. കുട്ടികൾക്കുണ്ടാവും അവരുടെ അച്ഛൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു സ്വാഭാവികമായി നമുക്കാണെങ്കിലും അറിയില്ല. നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ പോലും എന്തെങ്കിലും എന്താണ് അതിന്റെ പിന്നിൽ അറിയാനുള്ള ആകാംക്ഷകളാണ്. അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് മാത്രമേ തൃപ്തി ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഗൃഹമരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ അവർക്ക് നീതി നേടിക്കൊടുക്കാൻ അത് എന്താണ് സംഭവിച്ചത്, അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള കുറ്റക്കാരെ വിളിച്ചു കൊണ്ടുവരിക എന്നുള്ളത് സ്വാഭാവികമായ നീതിയാണ്.